ഈ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷ സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. എന്താ രാമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം? രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം രമിപ്പിക്കുന്നവൻ, യോജിപ്പിക്കുന്നവൻ എന്നല്ലേ? ഇവിടെ നിങ്ങൾ ഈ അമ്പും വില്ലും കുറച്ചു നിൽക്കുന്ന ശ്രീരാമ ഭഗവാന്റെ ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ട് ചെയ്യുന്നത് എന്താ? അന്യമത വിദ്വേഷം ഉണ്ടാക്കുകയല്ലേ, അപരവിദ്വേഷം ഉണ്ടാക്കുകയല്ലേ? അതിന്റെ ഭാഗമായിട്ട് ഇതാ ഈ പറഞ്ഞ പള്ളി പൊളിച്ചിട്ടാണ് പണ്ട് അമ്പലം പൊളിച്ചിട്ടാണ് പണ്ട് മുഗൾ ചക്രവർത്തിമാർ ക്ഷേത്രം നിർമ്മിച്ചത്. അവിടെ ഇതാ ഞങ്ങൾ വീണ്ടെടുത്തു. ഇങ്ങനെ വർഗീയ കാലുഷ്യം ഉണ്ടാക്കാനല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? യഥാർത്ഥത്തിൽ രാമ എന്ന് പറയുന്ന ആദർശ പുരുഷനെ അവതരിപ്പിക്കാനാണെങ്കിൽ രാമ എന്ന ശബ്ദത്തിന്റെ അർത്ഥം അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രമിപ്പിക്കുക, കൂട്ടിയോജിപ്പിക്കുക എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതിന് പകരം യുവരാജ് ഗോകുൽ മറുപടി പറയട്ടെ. ശ്രീ വി പി മുസ്തഫ, ഒരു ചോദ്യം കൂടി. ശ്രീ വി പി മുസ്തഫ, ഒന്ന് വർത്തമാനകാലത്തിലേക്ക് വരണം.